സത്യവിശ്വാസപൂർവ്വം മശിഹായിലുള്ള പ്രത്യാശയിൽ ദൈവോചിതമായും ക്രിസ്തീയമായും ഇന്നേ ദിവസം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ പുരോഹിതനു വേണ്ടി ഇവനെ നിർമ്മലമായ തന്റെ കൈകളിൽ മഹാകരുണയോടെ സ്വീകരിപ്പാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പർദീസായിലെ മോഹനീയ ഭവനങ്ങളിൽ കർത്താവിന്റെ ആത്മാവിനെ വസിപ്പിക്കുകയും അന്ത്യമില്ലാത്ത സൗഭാഗ്യങ്ങളാൽ ഇവനെ ആനന്ദിപ്പിക്കുകയും ചെയ്യട്ടെ. ഇവന്റെ തെറ്റുകളിൽ നിന്ന് നീതിയുള്ള ന്യായാധിപൻ തന്റെ ദൃഷ്ടി പിന്തിരിപ്പിക്കുകയും ആ വലതുഭാഗത്തെ കള്ളനോടുകൂടെ ഏതിനിലെ പ്രതീസായിൽ ഇവനെ എത്തിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ വാത്സല്യവാന്മാരായ പരിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയത്ത് അവരുടെ ഗണങ്ങളിൽ ഇവനെയും ഉൾപ്പെടുത്തി മഹത്വത്താൽ ഇവനെ പ്രശോഭിപ്പിക്കട്ടെ. കർത്താവ് തന്റെ രണ്ടാം വരവിൽ മഹത്വ വസ്ത്രവും അനശ്വരമായ മേലങ്കിയും ഇവനെ ധരിപ്പിക്കട്ടെ. തിരുമുമ്പാകെ നിൽക്കുന്ന നിർമ്മല ഗണങ്ങളോട് കർത്താവിനെ ചേർക്കുകയും നിത്യാന്ധകാരത്തിൽ നിന്നും വിനാശകരമായ ചൂഴിയിൽ നിന്നും തന്റെ ഉന്നത ഭുജം നീട്ടി ഇവനെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഉജ്ജ്വല പ്രകാശത്താൽ ശോഭിക്കുന്ന ആത്മീയ പർദീസയിൽ കർത്താവിനെ എത്തിക്കുകയും ഇവന്റെ വാസം ജീവവൃക്ഷത്തിന് സമീപത്തായിരിക്കുകയും ചെയ്യട്ടെ. കഠിനമായ ദുഃഖവും പിതാവായ അബ്രഹാമിന്റെയും നീതിമാനായ ലാസറിന്റെയും അടുത്ത് ആ ധനവാൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന കൃമികളുടെ കടികളെക്കാൾ ദുസ്സഹമായ ദുഃഖകരമായ വേദനയും കർത്താവ് ഇവന്റെ ആത്മാവിൽ നിന്ന് നീക്കിക്കളയട്ടെ. സത്യവിശ്വാസ ദർശനത്തിൽ അടയുവാനിടയായ ഇവന്റെ കണ്ണുകൾ ദുഷ്ടന്മാർക്കായി കാത്തുവച്ചിരിക്കുന്ന കൂരിരുളിലും പുകയാവിയിൽ ഇരുണ്ടുപോകുവാനിടയാകരുതേ. ഇവൻ വിശുദ്ധിയും നീതിയുമാകുന്ന മഹത്വ വസ്ത്രം ധരിച്ച് സന്തോഷവും ജീവനും നിറഞ്ഞ മണവറയിൽ ആനന്ദിക്കുവാനിടയാകട്ടെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മഹത്വവും രക്ഷയും ഇവന് നൽകുകയും ലോകത്തെ സൃഷ്ടിച്ച വിശുദ്ധ തൃത്വത്തിന്റെ പ്രകാശത്തിൽ ഇവൻ ശോഭിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവന്റെ പിൻഗാമികളായി അവശേഷിച്ച് തങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഇവന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നവരെ മശിഹ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും അവരുടെ കണ്ണുനീര് തുടച്ചു കളയുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ആശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ നൽകുകയും ചെയ്യട്ടെ. വത്സല സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധ സഭയുടെ പ്രജകളും പരസ്പരം സഹതപിക്കുന്ന അവയവങ്ങളും എന്ന നിലയിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ സമാശ്വാസത്തിനായി വന്ന് പരസ്പരം സമാശ്വസിപ്പിക്കുകയും പരസ്പരം ധൈര്യപ്പെടുത്തുകയും ഒരു മൃതനെ കബറടക്കി തന്മൂലം നീതീകരണം പ്രാപിക്കുകയും ഒരു മൃതനിൽ നിന്ന് നിങ്ങളുടെ കരുണ നിരോധിക്കരുത്. ഒരു വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ഒരു വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള വേദമൊഴിയതായോഗ്യം നിറവേറിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തതയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകാരുണ്യത്താൽ നിങ്ങളുടെയും വിശ്വാസികളായ സകല പരേതരുടെയും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ശവസംസ്കാരം നടത്തിയിരിക്കുന്ന ഈ പുരോഹിതന്റെയും കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കട്ടെ. കർത്താവിനെ തന്റെ വലതുവശത്ത് വിളിച്ചു നിർത്തുവാനിടയാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിനു മുമ്പ് കർത്താവിന് നൽകിയ വാസസ്ഥലത്ത് ഇവൻ വസിച്ച് ആനന്ദിക്കുവാനിടയാകട്ടെ. ദുഷ്ടന്മാരായ അന്ധകാര സേനകൾക്ക് അതീതരായ സമാധാനപരമായ മാലാഖമാർക്ക് ദൈവം നാം എല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ. കർത്താവ് തന്റെ സഭയിലും ജനത്തിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും തന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുമേ, നിങ്ങളുടെയും പ്രാർത്ഥനകളാൽ ഇവയെല്ലാം സാധ്യതമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ തന്റെ ദാസനും ആരാധകനുമായ ഇവനെ താൻ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിൽ ദൈവത്തിന്റെ കാരുണ്യം രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ.